അരമണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ മേവട വില്ലേജ് ഓഫീസ് വെള്ളത്തിൽ. മേവടത്തോട്ടിൽ ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തടയണയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വില്ലേജ് തല സമിതിയും പഞ്ചായത്ത് കമ്മിറ്റിയിലും PWD അധികൃതരുമായി എത്രയും വേഗം ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് വാർഡ് മെമ്പർ മഞ്ജു ദിലീപ് പറഞ്ഞു. നിരവധി ആളുകൾ പല ആവശ്യങ്ങൾക്കായി എത്തുന്ന മീനച്ചിൽ വില്ലേജ് ഓഫീസ് വെള്ളം കയറുന്നതുമൂലം പ്രവർത്തനം നിരന്തരം തടസ്സപ്പെടുന്നു. കഴിഞ്ഞ മെയ് 28-നും മെയ് 31-നും പെയ്ത മഴയിൽ വില്ലേജ് ഓഫീസിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന മേവടത്തോട് നിറഞ്ഞു കവിഞ്ഞ് വില്ലേജ് ഓഫീസിൽ വെള്ളം കയറി. കനത്ത മഴ പെയ്താൽ ഓഫീസിൽ വെള്ളം കയറുന്നത് പതിവാണ്. ഇതുമൂലം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വില്ലേജ് ഓഫീസിൽ എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടാകുന്നു. ഏകദേശം 60 വർഷത്തിനു മുൻപ് പാടശേഖരത്തിലേക്ക് വേനൽക്കാലത്ത് വെള്ളം കയറ്റുന്നതിനു വേണ്ടി നിർമ്മിച്ച പഴയ തടയണ ഉപയോഗശൂന്യമായപ്പോൾ പുതിയ തടയണ 10 വർഷത്തിനു മുൻപ് നിർമ്മിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് പഴയ തടയണ പൊളിച്ചു നീക്കിയിരുന്നില്ല. പഴയ തടയണയിലാണ് നിലവിൽ മഴവെള്ളത്തിനൊപ്പം മരങ്ങളും ചപ്പുചവറുകളും വന്നടിഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിലും റേഷൻ കടയിലും വില്ലേജ് ഓഫീസിലും PWD റോഡ് ഗതാഗതവും തടസ്സപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നും അടിയന്തരമായി പഴയ തടയണ പൊളിച്ചു മാറ്റണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേവട യൂണിറ്റ് പ്രസിഡന്റ് ശശികുമാരൻ നായർ പന്തലാനിക്കൽ ആവശ്യപ്പെട്ടു. മഴക്കാലം ആരംഭിച്ചുള്ളൂ. അതിനു മുമ്പ് തന്നെ മേവട ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച 2 തവണ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മേവടയെ സംബന്ധിച്ച് ഇതിന് മുമ്പിൽ ഒരിക്കലും ഉണ്ടാകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിന് പുറകില് ഏതാണ്ട് 60 വർഷത്തിന് എന്റെ ഓർമ്മയ്ക്കുള്ള ഒരു തടയണ നിൽക്കെ തന്നെ കണ്ടത്തിലേക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മുകളിൽ തന്നെ വീണ്ടും തൊട്ടടുത്ത് തന്നെ ഒരു തടയണ ഉണ്ടാക്കുകയും ആദ്യത്തെ തടയണ പൊളിച്ചു മാറ്റാതെയും ഉള്ള ഒരു വ്യവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു തീരുമാനം ഇല്ലാത്തൊരു നടപടിയിൽ പോയതിന്റെ പേരിൽ രണ്ടാമത്തെ തടയണയിലേക്ക് വെള്ള ചപ്പും കമ്പും മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞിട്ട് ഒരു മണിക്കൂർ മഴ പെയ്താൽ അപ്പം തന്നെ മേവടെയുള്ള കടകളിലെല്ലാം വെള്ളം കയറുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, മേവടെയുള്ള വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന ഗവൺമെന്റ് സ്ഥാപനം ഏറ്റവും ആദ്യം വെള്ളം കയറുന്നത് മേവട വില്ലേജ് ഓഫീസിലാണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ മേവടെ 2 സ്ഥലത്ത് വെള്ളം കയറുകയും ഉള്ള കടകളിലേക്കെല്ലാം വെള്ളം അടിച്ചു കയറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അടുപ്പിച്ച് 2 ദിവസം വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മേവടെ ഒരു ഓടകൾ പോലും ഈ മഴക്കാലത്തിന് മുമ്പ് ഓടകൾ തെളിക്കുകയോ ഓടകളിലെ ചപ്പുചവറുകൾ മാറ്റുകയോ ക്ലീൻ ചെയ്യുകയോ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് അല്ലെ പഞ്ചായത്തിന്റെ ഭാഗത്താണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. മഴയ്ക്ക് മുമ്പ് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 2 വെള്ളപ്പൊക്കം അഭിമുഖീകരിക്കേണ്ട അവസ്ഥയാണ് മേവടക്കാരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇതിനുള്ള നടപടി ഉണ്ടായില്ല എങ്കിൽ മേവടക്കാരെ സംബന്ധിച്ച് ഒരു ജീവിതം വളരെ ദുസ്സഹമാവും. കച്ചവടക്കാരെ സംബന്ധിച്ച് വൻ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസായ വില്ലേജ് ഓഫീസിനോടൊപ്പം തന്നെ 2 റേഷൻ കടയുണ്ട് മേവടെ. ഈ 2 റേഷൻ കടയിലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. വെള്ളം വഴിയിലെല്ലാം കയറുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു റേഷൻ കടയിലേക്ക് പോകാന് ദിവസങ്ങളോളം തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന രീതിയിലാണ് അതിന്റെയൊക്കെ സംവിധാനം. ഒരാൾക്കാർക്ക് അരി മേടിക്കാൻ പോകാനോ സാധനങ്ങൾ മേടിക്കാൻ പോകാനോ പറ്റാത്ത അവസ്ഥയാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഒരു റേഷൻ കടയിലേക്ക് പോകാൻ ഒരു മാർഗം പോലും ഇല്ല. ഒരു റേഷൻ കടയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരെണ്ണം മഴ പെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങളോളം വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ തടയണ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 2 തടയണകളാണ് മേവട കവല ഭാഗത്ത് മേവടത്തോട്ടിലുള്ളത്. അതിൽ 60 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഉയരം കൂടിയ തടയണയിൽ ചപ്പുചവറുകൾ അടിഞ്ഞിരിക്കുന്നതിൽ തട്ടിയാണ് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും വില്ലേജ് തല സമിതിയിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും PWD അധികൃതരുമായി ബന്ധപ്പെട്ടും എത്രയും വേഗം പ്രശ്നപരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും വാർഡ് മെമ്പർ മഞ്ജു ദിലീപ് പറഞ്ഞു. ഞാൻ 5ാം വാർഡ് മെമ്പറാണ്. എന്റെ വാർഡിലാണ് 50 വർഷത്തിന് മുകളിലായിട്ട് ആ തടയണ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരു പുതിയൊരു തടയണ ഒരു 10 വർഷമായിട്ട് പണിയുകയുണ്ടായി. ഇതിനിടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പം ഇത്തരം വെള്ളം കയറി വില്ലേജ് ഓഫീസിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചെല്ലുന്ന നമ്മുടെ റേഷൻ കടകളിലും ആണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പം പ്രാവശ്യം വെള്ളം കയറിയതിന് പ്രകാരം നമുക്ക് വഴിയാത്രകളൊന്നും ജനങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. ഇതിനെല്ലാം കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റിയിൽ നമ്മൾ ഈ പഴയ തടയണയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ തീരുമാനം എടുക്കുകയുണ്ടായിട്ടില്ല. ആ തടയണ കൃഷിക്ക് അനുയോജ്യമായ വെള്ളത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ തടയണ പണ്ട് നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ആർക്കും അവിടെ കൃഷിയില്ല, ആർക്കും അതുകൊണ്ട് ഒരു പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വില്ലേജ് ഓഫീസിൽ 2 തവണ കയറുകയും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായുമെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചു, നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനകീയ സമിതി അടുത്ത 2ാമത്തെ വെള്ളിയാഴ്ചയാണ് കൂടുന്നത് എല്ലാ മാസവും. അതിനകത്ത് ചർച്ച ചെയ്തും പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ട് ചർച്ച ചെയ്തും പിന്നെ നമ്മുടെ PWDക്കാരുമായിട്ടുള്ള ഓഫീസുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് വേണ്ട തീരുമാനം നമുക്ക് മുന്നോട്ട് എടുക്കാവുന്നതാണ്. കാരണം ആ തടയണ കൊണ്ട് ജനങ്ങൾക്കധികം പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇവരുമായിട്ടെല്ലാം ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.
ഐഫോറി ന്യൂസ്, പാലാ.